എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ലൂഫിയെ കണ്ട ബിഗ് മോം അവളാണെങ്കിൽ അവളുടെ സ്ക്വാഡ് എടുത്ത് ലൂഫിയെ ആഞ്ഞു വെട്ടും. അവളുടെ ആ ഒരു വെട്ടലില് അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങും ആൾക്കാരും എല്ലാവരും തകർന്ന് വീഴുകയാണ്. പക്ഷെ നമ്മുടെ ചക്കൻ ലൂഫി അവന് ജസ്റ്റ് മിസ്സിന് അവിടെ ഉണ്ടായിരുന്ന ഒരു മിറർ കിട്ടും. അവൻ ആ മിറർ ഉപയോഗിച്ച് ബ്രൂലിയുമായിട്ട് മിറർ ഡയമെൻഷനിലേക്ക് വരും. മിറർ ഡയമെൻഷനിലെത്തിയ ലൂഫി അവൻ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ റിലാക്സ് ചെയ്യാണ്. 10 മിനിറ്റ് എങ്ങനെയെങ്കിലും എനിക്ക് സേഫ് ആയിട്ട് പിടിച്ചു വെക്കാൻ കഴിഞ്ഞാൽ പിന്നീട് പേടിക്കാനില്ല. എന്റെ ഹോക്കി പവർ അതെനിക്ക് തിരികെ കിട്ടും. അതിനുശേഷം എനിക്ക് പഴയതിലും പവർഫുള്ളായി ഫൈറ്റ് ചെയ്യാൻ കഴിയും എന്ന് ലൂഫി പറയേണ്ട അടുത്ത നിമിഷം ബ്രൂലി ആണെങ്കിൽ അവളുടെ ബ്രദറിനെ വിളിച്ച് കരയാനായിട്ട് തുടങ്ങും. ആ ശബ്ദം കേൾക്കേണ്ട താമസം കട്ടകുറി വില്ലൻ അവൻ ആ ഭാഗത്തേക്ക് പാഞ്ഞു വരികയാണ്. അവനെ കാണേണ്ട താമസം ലൂഫി ബ്രൂലിയെ എടുത്ത് ഒരു വിൻഡോയിലൂടെ മറ്റെവിടേക്ക് വിടും. അതേ വിൻഡോയിലൂടെ അവൻ ക്ലോസ് എത്തുന്ന അതേ സമയം അവനും ചാടി ജസ്റ്റ് മിസ്സിന് കട്ടകുറിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് കപ്പോംസിനെ കാണിക്കും. അവന്റെ കപ്പലിനെ ആണെങ്കിൽ ഒരുപാട് വില്ലന്മാർ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കപ്പോംസിന്റെ അസിസ്റ്റൻസിനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയാവും. അതിൽ കപ്പോംസ് ആണെങ്കിൽ കാഷ്വലായിട്ട് അവരെ സമാധാനിപ്പിക്കും. അതിനുശേഷം അവന്റെ കുഞ്ഞിനെ കൊഞ്ചിച്ചും കുറുവിച്ചും അവനോട് പറയും, നിന്റെ അമ്മയുടെ അടുത്തേക്കാണ് ഇപ്പൊ പോകുന്നത്. അമ്മയുമായിട്ട് നമ്മൾ ഇവിടുന്ന് സേഫായി എത്രയും വേഗം വേറൊരു ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നു പറയും. കട്ട് ചെയ്ത ഇവിടെ ആ ഓവൻ വില്ലൻ അവനാണെങ്കിൽ ഷിഫോന്റെ മുടി പിടിച്ച് അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ കരുതിയത് നിന്റെ ഹസ്ബൻഡ് ഒരു സെൽഫിഷ് ആണെന്നാണ്. നിന്നെ അവൻ ഇവിടേക്ക് തള്ളിവിട്ട് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണ് കരുതിയത്. പക്ഷെ അവന് നിന്നോട് നല്ല സ്നേഹമാണ്. അതുകൊണ്ടാണ് നിന്നെ കൂട്ടാനായിട്ട് ഇപ്പൊ തിരികെ വരുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ബഹുമാനിച്ച് രണ്ടുപേരെ ഒരുമിച്ച് ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് കൊന്നുകളയും. പുട്ടിങ്ങാണെങ്കിൽ അവന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കില്ല. കാഞ്ചി ഒരു ഭാഗത്ത് മറിഞ്ഞു നിന്ന് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാനുള്ള ഐഡിയ അതെന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കും. അതേസമയം ഓവനാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരോട് സ്പീക്കർ അത് മുഴുവൻ കണക്ട് ചെയ്ത് ഒരു മൈക്ക് അവന് കൊടുക്കാനായിട്ട് പറയും. അവരാണെങ്കിൽ ഞൊടിയുടെ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്ത് മൈക്ക് അവന്റെ കയ്യിൽ കൊടുക്കും. അവൻ വിളിച്ചു പറയും, കപ്പോംസ് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നീ നിന്റെ ആൾക്കാർ ഇവിടേക്ക് വന്ന് ഫൈറ്റ് ചെയ്യാനോ തന്ത്രപരമായി വൈഫ് ഷിഫോണിനെ രക്ഷപ്പെടുത്താനോ നോക്കണ്ട. അവളിപ്പോ എന്റെ കൈപ്പിടിയിലാണ്. അവളെ ജീവനോട് കൂടെ വേണമെങ്കിൽ നീ മര്യാദയ്ക്ക് എന്റെ മുൻപിൽ വന്ന് സറണ്ടർ ആവണം. ഇവിടെ കപ്പോംസിനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് ഒരുപാട് പേടിയും ടെൻഷനും ഒക്കെ തോന്നും. ബിഗ് മോമിന് വേണ്ടിയുള്ള ആ കേക്ക് അത് കൊണ്ടുപോകുന്ന കപ്പലിലാണ് ഷിഫോൺ ഉള്ളതെന്ന് അവൻ അറിയാം. അടുത്ത നിമിഷം ഷിഫോൺ ആണെങ്കിൽ ആ മൈക്കിലൂടെ വിളിച്ചു പറയും, കപ്പോംസ് ഒരു കാരണവശാലും ഇവിടേക്ക് വരാൻ പാടില്ല. ഇത് ഞാൻ ഡിസർവ് ചെയ്യുന്നതാണ്. നമ്മുടെ മോന് നീയെങ്കിലും അവനോടൊപ്പം ഉണ്ടാവണം. സോ ഇപ്പൊ തന്നെ ഇവിടുന്ന് നീ തിരികെ പോകണം. ഷിഫോൺ ആണെങ്കിൽ ഒരു സെക്കൻഡ് കപ്പോംസുമായിട്ടുണ്ടായ ഹാപ്പി മൊമെന്റ്സ് അതൊക്കെ തന്നെ ആലോചിച്ച് അവനോട് പറയും, നിങ്ങളാണ് എന്റെ റിയൽ ഫാമിലി. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ ഹസ്ബൻഡ് അത് നിങ്ങളാണ്. എനിക്ക് എന്റെ കുഞ്ഞിനെയും ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് ഞാൻ ഒരുപക്ഷെ ഇവിടെ മരണപ്പെട്ടേക്കാം. അതോർത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഇവിടേക്ക് വരരുത്. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോകണം. അതിനുശേഷം എന്നെങ്കിലും ഒരിക്കൽ ഇവിടേക്ക് മടങ്ങി വന്ന് നിങ്ങൾ പകരം ചോദിക്കണമെന്ന് പറയും. അത് കേട്ട ആ ഓവൻ അവനാണെങ്കിൽ അവളെ പിടിച്ച് പുറഞ്ചം തല്ലുകയാണ്. ആ തല്ല് കേട്ട് കപ്പോംസ് അവൻ വിളിച്ചു പറയും, ഓവൻ ഒരു കാരണവശാലും അവളെ അറ്റാക്ക് ചെയ്യരുത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ ഐലാൻഡിലേക്ക് വരും. അതിനുശേഷം ഞാൻ നിന്റെ മുൻപിൽ സറണ്ടർ ആവാം. അതുവരെ അവളെ ഹേർട്ട് ചെയ്യാനായിട്ട് പാടില്ല. അത് കേട്ട് ഓവനാണെങ്കിൽ അങ്ങനെ പൊട്ടിച്ചിരിക്കും. പൊട്ടിങ്ങാണെങ്കിൽ ആ ഓവന്റെ കാലിൽ വീട് കെഞ്ചും. പക്ഷെ അവനാണെങ്കിൽ അത് മൈൻഡ് ചെയ്യില്ല. അതേസമയം ഓവന്റെ അസിസ്റ്റൻസ് ഒരുപാട് വെപ്പൻസുമായിട്ട് കപ്പോംസിനെ ഐലാൻഡിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ റെഡിയായി കഴിഞ്ഞു. കപ്പോംസിന്റെ കപ്പലിന് പിന്നാലെ ബിഗ് മോമിന്റെ അസിസ്റ്റൻസിന്റെ കപ്പലുകൾ അതങ്ങനെ അവനെ ഫോളോ ചെയ്ത് വരികയാണ്. അടുത്ത നിമിഷം കപ്പോംസ് ആണെങ്കിൽ ലോങ് ഷോട്ടിൽ നിന്ന് അവന്റെ ഗൺ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യും. ആ ബുള്ളറ്റ് കറക്റ്റ് ആയിട്ട് തെറിച്ചു വന്ന് ഓവന്റെ നെറ്റിയിൽ കൊണ്ട് അവൻ തെറിച്ച് വീഴുകയാണ്. ഷിഫോൺ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. കപ്പോംസ് അവന്റെ ഗണ്ണൊക്കെ പിടിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ഇവിടെ തെറിച്ച് വീണ അവൻ ഫുൾ കലിപ്പില് വീണ്ടും ചാടി എഴുന്നേൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ 1000 സണ്ണി കപ്പൽ കാണിക്കും. കപ്പലിന് ചുറ്റും ഇപ്പൊ വില്ലന്മാരുടെ കപ്പല് അതങ്ങനെ പതിയെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും നേരവും സമാധാനത്തിലിരുന്ന നമ്മുടെ ആൾക്കാരുടെ ടെൻഷനും പേടിയും അതങ്ങനെ കൂടാനായിട്ട് തുടങ്ങും. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. 5 കപ്പലിലേക്ക് എത്തുന്നത് വരെ പിടിച്ചു നിന്നേ പറ്റൂന്ന് പറഞ്ഞ് അവർ ചുറ്റും നോക്കും. അപ്പൊ ക്യാരറ്റിനെ മാത്രം അവിടെ കാണാനില്ല.
ചോപ്പർ ആണെങ്കിൽ ആ കപ്പൽ മുഴുവൻ അരിച്ചു പെറുക്കും. അപ്പൊ അവൻ കാണും മുകളിലായിട്ട് അവൾ അങ്ങനെ കയറി നിന്ന് ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ മുകളിലേക്ക് കയറി വന്ന് അവളോട് ചോദിക്കും, എന്തു പറ്റി, നീ എന്തിനാ നട്ട് മുകളിലേക്ക് നോക്കി നിൽക്കണേ, നീ ഇത് കാണുന്നില്ലേ, വില്ലന്മാരുടെ കപ്പലുകൾ നമ്മുടെ കപ്പലിനെ വളയാനായിട്ട് പോവാണ്. ആഞ്ചി വരുന്നത് വരെ നമ്മൾ വേണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ വില്ലന്മാരോട് ഏറ്റുമുട്ടി ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട്. അതിനവളാണെങ്കിൽ യാതൊരു മറുപടിയും പറയാതെ മുകളിലേക്ക് തന്നെ നോക്കുകയാണ്. അതിനുശേഷം അവള് ചോപ്പറിനോട് ചോദിക്കും, ഇന്ന് ഫുൾ മൂൺ ആണോ? ചോപ്പറിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവൾക്ക് എന്തു പറ്റിയും ചിന്തിച്ച് അവനാണെങ്കിൽ അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത ആ ഓവൻ വില്ലൻ അവനാണെങ്കിൽ ഫുൾ കലിപ്പില് അങ്ങനെ ടെററായിട്ട് ചുവന്ന് നിൽക്കും. കണ്ട് പുട്ടിങ്ങും ഷിഫോണും അവർ രണ്ടുപേരും പേടിക്കും. എത്രയും വേഗം കപ്പലെടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് അവർ പ്ലാൻ ചെയ്യുകയാണ്. അതേസമയം കപ്പോംസിനാണെങ്കിൽ ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നില്ല. കടലിൽ ഓൾറെഡി ഒരുപാട് കപ്പലുകൾ അവർ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. കരയില് ഓവന്റെ ആൾക്കാരും. കപ്പോംസിന്റെ കപ്പലാണെങ്കിൽ ഏകദേശം കരയോട് അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ കപ്പോംസിന്റെ മുഖത്ത് അപ്പോഴും യാതൊരു ടെൻഷനും ഇല്ല. കപ്പോംസ് അവന്റെ അസിസ്റ്റൻസിനോട് കപ്പലിന്റെ സ്പീഡ് അത് കൂട്ടാനായിട്ട് പറയും. അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. കാരണം കപ്പൽ കരയോട് അടുക്കുമ്പോൾ അതിന്റെ സ്പീഡ് കുറയ്ക്കണം, അല്ലെങ്കിൽ അത് കരയിലേക്ക് ഇടിച്ചു കയറി ജനങ്ങൾക്കും കപ്പലിനും ഒക്കെ തന്നെ അത് വെല്ലുവിളിയായിട്ട് മാറും. പക്ഷെ കപ്പോംസ് ആണെങ്കിൽ അപ്പോഴും നിർത്താതെ സ്പീഡ് കൂട്ടാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ജനങ്ങളും കപ്പലിലുള്ളവരും ഒരുപാട് പേടിയോടും ആകാംക്ഷയോടും കൂടെ കപ്പോംസിനെയും അവന്റെ കപ്പലിനെയും തന്നെ നോക്കുകയാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ഓവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കപ്പൽ അങ്ങനെ വന്ന് ആ തിണ്ടിൽ അങ്ങനെ ഇടിച്ചു നിൽക്കും. കപ്പോംസ് അവൻ നൈസായിട്ട് സ്മൈൽ ചെയ്ത് അവന്റെ അസിസ്റ്റൻസിന് ഒരു സിഗ്നൽ പാസ് ചെയ്യും. അവനാണെങ്കിൽ എന്തോ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യും. അടുത്ത നിമിഷം ആ കപ്പലിൽ നിന്ന് ചെയിനൊക്കെ പുറത്തേക്ക് വന്ന് കപ്പൽ ഇപ്പൊ കരയിലൂടെ സിമ്പിളായിട്ട് ഓടാൻ തുടങ്ങും. കപ്പലാണെങ്കിൽ വമ്പ ഫോഴ്സിൽ അങ്ങനെ ഉയർന്നു വന്ന് അവിടെ ഉണ്ടായിരുന്ന വില്ലന്മാരെ എല്ലാവരെയും ഇടിച്ച് തെറിപ്പിക്കുകയാണ്. കപ്പലിന്റെ സ്പീഡ് അതങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് കൂടി കൂടി വരും. കപ്പോംസ് ആണെങ്കിൽ ഷിഫോണിനോട് വിളിച്ചു പറയും, ഷിഫോൺ, നിങ്ങളുടെ കപ്പലിലുള്ള ആ വലിയ കേക്ക് അത് ഈ കപ്പലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യ്. ഷിഫോൺ ആണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും. കാരണം അത്രയും വലിയ ജയന്റ് കേക്ക് അത് ഞൊടിയിടയിൽ ഒരിക്കലും ഈ കപ്പലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയില്ല. സോ ഇവൻ എന്താ ഈ പറയണേ, ഞാനെങ്ങനെ ആ കേക്ക് അതങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ചിന്തിച്ച് അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം സാഞ്ചി അവൻ താഴേക്ക് ചാടി വന്ന് ആ കപ്പലിനെ ചവിട്ടി ഫ്ലൈ ചെയ്യിപ്പിച്ച് അങ്ങനെ ടേൺ ചെയ്ത് കൊണ്ടുവരാണ്. സാഞ്ചിയുടെ പവറൊക്കെ കണ്ട് പൊട്ടിക്ക് അങ്ങനെ ഇംപ്രസ്ഡ് ആയിട്ട് നിൽക്കും. കപ്പോംസിനാണെങ്കിൽ സാഞ്ചിയെ കണ്ട് ഭയങ്കര സന്തോഷം. കട്ട് ചെയ്ത ഇപ്പൊ ചിപ്സ് ടൗൺ കാണിക്കും. അവിടെയാണ് ഇപ്പൊ നമ്മുടെ ലൂഫി ഉള്ളത്. അവനെ തിരിച്ചറിഞ്ഞ ഒരുപാട് പേര് ലൂഫിയെ ഓടിക്കുകയാണ്. ഓണ്ടോർ ആണെങ്കിൽ ലൂഫിയുടെ മൂവ്മെന്റ്സ് എല്ലാം ആ കട്ടകുറി വില്ലനെ അറിയിക്കുകയാണ്. അതേസമയം ബ്രൂലി ആണെങ്കിൽ ലൂഫിയോട് പറയും, എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല, നിന്റെ പ്ലാനൊക്കെ ഓൾറെഡി ഞാൻ മനസ്സിലാക്കിയതാണ്. അത് ഞാൻ ബ്രദറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനോടകം നിന്റെ ആൾക്കാരെ എല്ലാവരെയും ആ സ്വീറ്റ് ഐലാൻഡിൽ വെച്ച് ഞങ്ങളുടെ ആൾക്കാർ ലോക്ക് ചെയ്ത് കഴിഞ്ഞു കാണും. അത് കേട്ട് ലൂഫിക്കാണെങ്കിൽ അവന്റെ ടെൻഷൻ കൂടും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ റെയിലി ആണെങ്കിൽ ലൂഫിയുടെ കണ്ണുകളൊക്കെ കെട്ടി അവനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറയും. ലൂഫി കണ്ണ് കെട്ടി അറ്റാക്ക് വരുന്ന ഭാഗം അതങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ഗ്യാപ്പിൽ തന്നെ റെയിലി അവനെ ആഞ്ഞെട്ടിക്കും. കട്ട് ചെയ്ത ലൂഫി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. മറ്റുള്ളവരുടെ മൂവ്മെന്റും അറ്റാക്കിംഗ് സ്റ്റൈലും അത് ഓൾറെഡി മാസ്റ്റർ റെയിലി പറഞ്ഞതുപോലെ തന്നെ എന്നെ കൊണ്ട് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെയെങ്കിലും മാത്രമേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാനും ഈ വില്ലന്മാരെ തോൽപ്പിക്കാനും പറ്റൂ. ലൂഫി ആണെങ്കിൽ അവന്റെ മനസ്സിൽ ഉറപ്പിക്കും, എന്ത് വില കൊടുത്തും ആ കട്ടകുറി വില്ലനെ അവനെ എൻ്റെ പവർ ഉപയോഗിച്ച് ഞാൻ തോൽപ്പിക്കും. ആ ബിഗ് മോമിനെ ഒരു പാഠം പഠിപ്പിച്ച് ഞാൻ ഇവിടുന്ന് കടന്നു പോവും എന്നവൻ മനസ്സിൽ ഉറപ്പിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.